വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പറയപ്പെടുന്ന വചനത്തിൻ്റെ വെളിപ്പാടുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ ധാരാളം പേരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് എപ്പോഴും കേട്ട് പരിചയിച്ച ഒരു സങ്കീർത്തന ഭാഗമാണ്. അതിനകത്തൂടെ നമുക്ക് എന്താണ് വിടുതൽ? പലപ്പോഴും നമ്മുടെ അറിവ് കുറവുണ്ട്, അതാണ് പരിജ്ഞാനമില്ലാതെ അല്ലെങ്കിൽ ലാക്ക് ഓഫ് നോളജ് നമ്മൾ നശിച്ചു പോകും. അപ്പം അത് കർത്താവ് പറഞ്ഞു, ഇഫ് യു നോ ദ ട്രൂത്ത് വിൽ സെറ്റ്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കും. അപ്പം ഈ സങ്കീർത്തനം നമുക്കിത് തന്നെ കേട്ടു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, ശ്രദ്ധിക്കണമേ, പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. അപ്പം 3 കാര്യങ്ങൾ വചനം പറയുക: ചെയ്യരുത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസ്യയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഇത് നമ്മുടെ കാലുകൊണ്ടും മാത്രം, ശരീരം കൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ടും അത് ചെയ്യാൻ പാടില്ല. അതാണ് വേദപുസ്തകം പറയുന്ന വേർപാട്. പിന്നെ പറയുകയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയുകയാണ്. അതാണ് വേദപുസ്തകത്തിന്റെ ശരിക്കും ബിബ്ലിക്കൽ ഡോക്ട്രിൻസ് ആണ്, എല്ലാം ഓർഡറാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ യഹോവയുടെ ന്യായപ്രമാണത്തിൽ വേണമെങ്കിൽ പറയാം. നമുക്ക് പുതിയ നിയമത്തിൽ ന്യായപ്രമാണമല്ല, ദൈവത്തിന്റെ വചനം. അതായത് അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുമേ മത്തായിയുടെ സുവിശേഷം 11 പറഞ്ഞിരിക്കുന്നു, എൻ്റെ നുകമേറ്റെന്നെടുന്ന് പഠിപ്പീൻ, എൻ്റെ നുകം മൃദുവും, മൈ യോക്ക് ഈസ് ഈസി, മൈ ബർഡൻ ഈസ് ലൈറ്റ്. എൻ്റെ നുകമേറ്റ് പഠിപ്പീൻ, എന്നിൽ നിന്ന് ലേൺ ഫ്രം മീ. എന്നിട്ട് ആ ദൈവവചനത്തിൻ്റെ, പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ വ്യവസ്ഥയിലുള്ള ന്യായപ്രമാണത്തെ വേണം ഇങ്ങനെ പറയാം, ദൈവവചനത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. മെഡിറ്റേറ്റിംഗ് ഡേ ആൻഡ് നൈറ്റ്. അടുത്ത റിസൾട്ടാണ് നിങ്ങൾ കേട്ടോണം. വളരെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ വേണം ദൈവം. അതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലും ഞാൻ ഭാഷയെ കാണുന്നില്ല. നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യാമെങ്കിൽ വിടുതലുകൾ സംഭവിക്കും. അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. പിന്നെ ദുഷ്ടനെ കുറിച്ച് അവൻ കാറ്റുപാറ്റുന്ന പതിർ പോലെ എത്രയും ന്യായവിസ്താരത്തിൽ പാപികൾ നീതിമാൻ സിദ്ധ, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് 3 കാര്യം ചെയ്യല്ലേ: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസയുടെ എന്ന് വേണമെങ്കിൽ പറയാം. പേരിന് വിശ്വാസിയ, അല്ലെ ഞാൻ പെന്തിക്കോസ്ത് സഭയോട് ചേർന്നു, ഞങ്ങളുടെ പാരമ്പര്യങ്ങളുണ്ടെന്ന് പറയുന്നവരല്ല. വേർപാട്. ശരീരം കൊണ്ടും ഒരു പക്ഷേ കള്ളു കുടിക്കാനോ അങ്ങനെ പരസ്യമായിട്ട് ചിലപ്പോൾ പോകത്തില്ലായിരിക്കാം, പക്ഷെ രഹസ്യത്തിൽ ഈ 3 കാര്യങ്ങൾ, അതിലെല്ലാം ദൈവസഭയിൽ നമുക്കിന്ന് അറിയാം. അടികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും അടികൾ നടക്കുന്നു. നമ്മുടെ ക്രൂശിച്ച കരങ്ങളാണ്, വേറെ ആളത് ഉയർത്താൻ അധികാരമില്ല. ഇതെല്ലാം ആലയങ്ങളിൽ സംഭവിക്കുന്നു. അതിനൊക്കെ നാം ക്ഷമ ചോദിക്കണം. അടുത്ത് ശ്രദ്ധിച്ചു, ഈ 3 കാര്യങ്ങൾ ചെയ്യാതിരിക്കണം. ചെയ്താൽ മാനസാന്തരപ്പെട്ടാൽ മതി. ദൈവമേ, കുറവുകൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചു പോയി, ഇങ്ങനെ പ്രവർത്തിച്ചു, ആ പരിഹാസയുടെ ഇരിപ്പിടത്തിൽ ഞാൻ ഇരുന്നു പോയി. അതിനുശേഷം നിങ്ങൾ ചെയ്യരുതെന്ന് പറയുമ്പോൾ അടുത്ത് ചെയ്യണം. ഡോക്ടർ തണുത്ത വെള്ളം ഉപേക്ഷിക്കണം, നിങ്ങൾ ഇന്ന ചെയ്യല്ലേ, നിങ്ങൾ ഇന്ന ഫുഡ് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇന്നത് കഴിക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്. നിങ്ങൾ ഇന്നത് ചെയ്യല്ലെന്ന് പറയുമ്പോൾ തന്നെ ഡോക്ടർ ഇന്നത് ചെയ്യണമെന്ന് പറയുന്ന നിർദ്ദേശമുണ്ട്. സർവശക്തനായ ദൈവം ഒരു നിർദ്ദേശം തരികയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. എന്താണെന്നറിയോ? ദൈവവചനം നിങ്ങൾ രാപകൽ ധ്യാനിക്കണം. രാപകൽ ധ്യാനിക്കുന്നതിനെ കുറിച്ച് ദൈവം കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തന്നൊരു വെളിപ്പാട്, വർഷങ്ങൾക്ക് മുമ്പ്. അതായത് രാപകൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവർ, നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്, രാപകൽ ആർക്കും വചനം ധ്യാനിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് നടക്കുക. എവിടെയായാലും ഞാനൊരു ദൈവ പൈതല, എന്നെ ആരും കാണുന്നില്ലെങ്കിലും ആമേൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് എന്നെ കാണുന്നു. അതുകൊണ്ട് ആ വചനം, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? സ്വർഗത്തിൽ കയറിയ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ അവിടെയുണ്ട്, ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെ നിന്റെ കൈ എന്നെ നടത്തും എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ കാണാൻ. ആ നിയമത്തിൽ നടക്കുക. ഞാനൊരു ദൈവ പൈതലാണ്. ലോകത്തിന്റെ വ്യവസ്ഥ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ ആമേൻ നമ്മൾ നടക്കുകയാണ്. നമ്മുടെ നിയമങ്ങൾ, ഇവിടുത്തെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോഴും സ്വർഗീയ നിയമത്തിന് കീഴിലാണ്. അതാണ് രാവുകൾ വചനം ധ്യാനിക്കുക. ട്രീ പ്ലാന്റഡ് ബൈ ദ റിവേഴ്സ് ഓഫ് വാട്ടർ, ഈ സീസൺ ബെയർ ഫ്രൂട്ട്സ്. എല്ലാ കാലത്തും മാറ്റി തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്ത വൃക്ഷം പോലെ. കണ്ട വാഗ്ദത്തം കണ്ടു,
നട്ടിരിക്കുന്ന നമുക്കറിയാം, ചില സമയത്ത് ഒടിഞ്ഞ് വീഴാൻ തുടങ്ങും. അതിനടിയിലൂടെ നദി ഒഴുകുന്നുണ്ട്. അതിന് പ്രത്യേകം നല്ല പുഷ്ടിയോടെ നിൽക്കുന്ന കാര്യം. അതിന് വേണ്ടവണ്ണം ജലം ലഭിക്കുന്നു, വേണ്ടവണ്ണം അതിന് പുഷ്ടി ലഭിക്കുന്നു. പിന്നെ പറയണം, അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. Whatever you do shall become prosper. ചില പറഞ്ഞു, എൻ്റെ പാസ്റ്റർ എന്തോ തൊട്ടാലും തടസ്സം, എന്നെ കൊണ്ട് ഒന്നും പറ്റുന്നില്ല. നിങ്ങളുടെ സന്തോഷമാണ് ഈ 3 കാര്യം നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ല. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം അവരുടെ വഴിയിൽ പരിഹാസം. പിന്നെ നിങ്ങളത് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അടുത്ത കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല. പൗലോസ് പറയുന്നു, അരുതാത്തത് വായിൽ നിന്ന് വരരുതെന്ന് പറഞ്ഞിട്ട് പറയാണ്. സ്വത്രം അത്രേ വേണ്ടത്. ഒന്ന് ചെയ്യരുതെന്ന് പറയുമ്പോൾ ഒന്ന് ചെയ്യണമെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. ആമേൻ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സാധിക്കുമെന്ന് മാത്രമല്ല, ശത്രുവിനെ കുറിച്ച് പറയുന്ന അവൻ കാറ്റ് പാറ്റുന്ന പതിർ പോലെ എത്രയും ദുഷ്ടന്മാരനായ വിസർ. പിന്നെ പറയാണ്, നമ്മളുടെ വഴി ദൈവം യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, പാപികളുടെ വഴി നാശകരമാണ്. ഈ രീതിയിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾ ഈ ദുഷ്ടന്മാരുടെ ആലോചന എന്ന് പറഞ്ഞാൽ ജീവിതത്തെ ക്രമീകരിച്ച് നിങ്ങളുടെ മനസ്സിനെ ദൈവവചനവുമായി ലിങ്ക് ചെയ്തുകൊണ്ട്, കണക്ട് ചെയ്തുകൊണ്ട്, ആ വചനവുമായി ഒരു ബന്ധമുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ രാപകൽ ധ്യാനിക്കുന്ന ആ ഒരു കാര്യം നമ്മളെ കൊണ്ട് പറ്റത്തില്ല. എങ്കിലും ഏറെക്കുറെ ഏതൊരു കാര്യത്തിൽ ദൈവത്തിൽ നിന്നൊരു വചനം നമ്മൾ സ്വീകരിക്കുക. അബ്രഹാം പറഞ്ഞു, ഞാനും ബാലനോടത്തോളം പോയി ആരാധന കഴിച്ച് മടങ്ങി വരട്ടെ. ആ മടങ്ങി വരട്ടെ എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തോടെ പറയുകയാണ്. പിന്നെ പറയുന്ന, അപ്പ വിറകൊണ്ട് തീയുണ്ട്, ഹോമയാത്രനുള്ള ആടം തീ ഹോമ കരുതിക്കൊള്ളും. അപ്പം നമ്മുടെ പ്രത്യേക ചില സാഹചര്യങ്ങൾ, എനിക്ക് പ്രത്യേക ഒരു വ്യക്തിയുടെ ഒരു വിഷയത്തിൽ ഞാൻ ഭാരപ്പെടുമ്പോൾ ദൈവം എനിക്ക് തന്നൊരു വചനമാണ്. അവനെ സൗഖ്യമായി കിട്ടിയത് കൊണ്ട് എനിക്കതിൽ ഏത് വചനം പെട്ടെന്ന് ചിന്തിച്ചു. ആ നഷ്ടപ്പെട്ട മകൻ വരുമ്പോൾ ആ പിതാവിന് അവനെ സൗഖ്യം, അതുകൊണ്ട് എന്ത് ചെയ്തു, ആ പ്രശ്നത്തെ കൂടെ ആ വ്യക്തി പോയി ആരോഗ്യത്തോടെ മടങ്ങി വന്നു. അപ്പോൾ ഒരു വെളിപ്പാട് ദൈവം നമുക്ക് തരും. അങ്ങനെയുള്ള വ്യക്തികൾ ആറ്റരികത്ത് നട്ടിരിക്കുന്നു, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു. അവർ ചെയ്യുന്നതെല്ലാം സാധിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ ദൈവത്തിൻ്റെ വഴിയിലും വചനവുമായൊരു ബന്ധം, പ്രാർത്ഥന, എനിക്കത് പറയാൻ പാടില്ല, എനിക്ക് ചിന്തിക്കാം. ചിലപ്പോൾ നമുക്ക് വരാം, മനുഷ്യരാ, നമുക്ക് പെർഫെക്റ്റ് അല്ല, നമ്മളെപ്പോഴും പാപപ്രകൃതമുള്ളവരാണ് നമ്മൾ. പക്ഷെ അവിടെയെല്ലാം നമ്മൾ റിപ്പൻറ്റ് ചെയ്യുക, കർത്താവേ ക്ഷമിക്കണേ, ഞാൻ ബലഹീനപ്പെട്ടു പോയി. കാരണം അതുകൊണ്ടല്ലേ നമ്മൾ യോഹന്നാൻ പറയുന്നത്, നമുക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്. യോഹന്നാൻ പറയുന്നത്, കുഞ്ഞുങ്ങളെ പാപം ചെയ്യരുത്. പിന്നെ പറയാണ്, ചെയ്തു പോയാൽ, ശ്രദ്ധിക്കണേ, മനഃപൂർവ്വം ചെയ്തതിനെ കുറിച്ചല്ല, അന്നേരം നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥനുണ്ട്, അവൻ്റെ രക്തമാണ് നമ്മുടെ പാപം കഴുകുന്നത്. അങ്ങനെ നമ്മൾ ഒരു ഇത് ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി മസിൽ പിടിക്കേണ്ട, ഒത്തിരി ഷൗട്ട് ചെയ്യേണ്ട, നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കും. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ വചന വെളിപ്പാട് സ്വീകരിച്ച ജനത്തിൻ്റെ മേൽ ഒരഭിഷേകം വീഴട്ടെ. വാതിൽ ദൈവം നിങ്ങൾക്ക് കൊണ്ട് തുറന്നിരിക്കുന്നു. ഇന്നൊരു തീരുമാനമോട് അവിടെ ഇവിടെയും പോയി വിശ്വാസി അവിശ്വാസികൾ ഇണയില്ല പിണ കൂടരുത്. ഈ ലോകത്തിൽ നല്ല നമ്മൾ പോകേണ്ടി വരും, എല്ലാവരുമായിട്ടും മിണ്ടണം, സഹകരിക്കണം. പക്ഷേ എപ്പോഴും ബന്ധം, രക്ഷിക്കപ്പെട്ടവർ. അതാണ് മറിയ എലിശബത്തുമായി ആ വന്ദനം പറയുമ്പോൾ തന്നെ പിള്ളയുള്ളത്തിൽ തുടങ്ങി ആ ഒരു ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ, അഭിഷിക്തന്മാരുമായി സംസാരിക്കുമ്പോൾ തന്നെ, കൂടുതൽ സമയം ആ ദൈവ ഭയത്തിൽ ജീവിക്കുന്നവരുമായി നിങ്ങൾ സമയം ചെലവഴിക്കുന്ന അത്ഭുതങ്ങൾ സംഭവിക്കും. ഇതാണ് വചനത്തിൻ്റെ വ്യവസ്ഥകൾ. അല്ലാതെ ആരും നിങ്ങൾക്ക് ദോഷമൊന്നും ചെയ്തതല്ല. ഇങ്ങനെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ഒന്ന് ചെയ്യരുതെന്ന് വേദപുസ്തകം പറയുമ്പോൾ വേറെ എന്താണ് ചെയ്യേണ്ടത്, അതിലേക്ക് നിങ്ങൾ വരുമ്പോൾ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും. വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ തുടങ്ങും. അന്നേരം നിങ്ങൾക്ക് അറിയാം, തൊടുന്നെല്ലാം സാധിക്കും. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ധാരാളം പേര് ഇത് കാണുവാനായി വഴികൾ തുറക്കട്ടെ. ഇനി കാണുന്നിടം വരെ സർവശക്തനായ ദൈവം ചിറകടിയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.